ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ ഫ്ലമങ്കോക്കെതിരെയുള്ള മത്സരത്തിൽ സാന്റോസിന്റെ വിജയ ഗോൾ നേടിയത് നെയ്മർ ജൂനിയർ ആയിരുന്നു. നെയ്മർ ജൂനിയർ ഉള്ളപ്പോൾ വിജയിക്കാൻ കഴിയുന്നു എന്നത് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത്രയധികം ഇമ്പാക്റ്റ് കളിക്കളത്തിൽ ചെലുത്താൻ നെയ്മർക്ക് കഴിയുന്നുണ്ട്. ഏതായാലും നെയ്മറുടെ 2025 കണക്കുകൾ എങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ചില മത്സരങ്ങളൊക്കെ നെയ്മർക്ക് നഷ്ടമായിട്ടുണ്ട്. ഏതായാലും ഈ വർഷം ആകെ 13 മത്സരങ്ങളാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. അതിൽ 9 മത്സരങ്ങളിലാണ് നെയ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 13 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളാണ് നെയ്മർ നേടിയിട്ടുള്ളത്. 3 അസിസ്റ്റുകളും നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 7 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും മോശമായ ഒരു കണക്കല്ല. അതായത് 9 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തു, 7 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു. അതുപോലെ തന്നെ 6 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 33 കീ പാസുകളാണ് നെയ്മർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആകെ 27 ഷോട്ടുകൾ നെയ്മർ ഉതിർത്തു. അതിൽ 12 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. 24 സക്സസ്ഫുൾ ഡ്രിബിളുകൾ നെയ്മർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 43 ഫൗളുകൾ വോൺ ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോഫ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 7.44 ആണ്. അതായത് മികച്ച പ്രകടനം നെയ്മർ ഈ പ്രതിസന്ധികൾക്കിടയിലും നടത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നിരന്തരം പരിക്കുകൾ അലട്ടുന്ന ഒരു താരമാണ് നെയ്മർ. പക്ഷെ കളിക്കളത്തിലേക്ക് മടങ്ങി എത്തുമ്പോഴെല്ലാം സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിയുന്നുണ്ട്. അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്. ഏതായാലും നാളെ സാന്റോസ് ബ്രസീലിയൻ ലീഗ് മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ മിറാസോൾ ആണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3 മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.